ഇടതുപക്ഷത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ഈ സമൂഹത്തിലുണ്ടാവുന്ന സമ്പത്തും അന്തസ്സും ഏറ്റവും താഴെത്തട്ട് വരെ എത്തണമെന്നതാണ്. അതാണ് ബദൽ വികസനമാവുന്നത്. അതേപക്ഷം ബി ജെ പിയുടെ വികസനം എന്ന് പറയുന്നത് രാജ്യത്തുണ്ടാവുന്ന സമ്പത്തിൻ്റെ വലിയൊരു പങ്ക് കുറച്ച് പേർ കൊണ്ടുപോയാലും അത് വികസനമെന്നവർ, അതായത് താഴോട്ടത് എത്തുകയല്ല, പക്ഷേ വികസനം ഉണ്ടാവും. ആ വികസനത്തിൻ്റെ ഫലം അനുഭവിക്കുന്നത് ഇടത്തരക്കാർ മുതൽ മുകളിലോട്ടുള്ളവർ മാത്രമായിരിക്കും. അപ്പോൾ ഈ വികസനം എന്താണ് എന്നുള്ളതിനേക്കാൾ പ്രധാനം ആ വികസനത്തിൻ്റെ സ്വഭാവവും വികസനത്തിൻ്റെ ആത്മാവും എന്താണ് എന്നുള്ളതാണ്. കേരളത്തിൽ വികസനം എന്ന് പറയുന്നത് അതിൻ്റെ ജനാധിപത്യപരമായ വികസനമാണ്. അതിനെക്കുറിച്ചാണ് ഈ അമർത്യ സെൻ പറഞ്ഞത്. അതായത് ജനാധിപത്യം എന്ന് പറയുന്നതിൻ്റെ മറ്റൊരർത്ഥം വികസനമെന്നാണ്. ഡെമോക്രസി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ആ ഡെവലപ്മെൻറ്റ് ഏറ്റവും താഴെത്തട്ടിലെ മനുഷ്യനിലെത്തുന്നതാണ് ജനാധിപത്യപരമായ വികസനം. അതായത് കേന്ദ്ര ഗവൺമെൻറ് വികസനവും സംസ്ഥാനത്തെ വികസനവും തമ്മിലുള്ള വ്യത്യാസം, കേരളത്തിൽ നടക്കുന്നത് ഒരു മുതലാളിത്ത സംവിധാനത്തിൽ തന്നെയാണ് കേരളവും നിൽക്കുന്നത്. കാരണം അതിൽ നിന്ന് മാറാൻ പറ്റില്ല. ഇന്ത്യ മുതലാളിത്ത സംവിധാനത്തിൽ നിൽക്കുവോളം കേരളത്തിലും മുതലാളിത്ത സംവിധാനത്തിൽ നിൽക്കാൻ പറ്റും. പക്ഷേ കേരളത്തിലെ മുതലാളിത്ത സംവിധാനം ജനാധിപത്യപരമാണ്. ഇന്ത്യയിലെ മുതലാളിത്ത സംവിധാനം ജനാധിപത്യപരമല്ല.